ഞാൻ ഡോക്ടർ ഐഷ ഷിഫ്ന, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഷിഫ ആയുർവേദ ഫാർമസി, ചെലവൂർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തെ പറ്റിയാണ്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം കാണുന്നത് മെയിൻലി 4 തരത്തിലാണ്. ടൈപ്പ് 1 ഡയബറ്റീസ്, ഇത് കാണുന്നത് കുട്ടികളിലാണ്. ഇതിന് ജുവനൈൽ ഡയബറ്റീസ് എന്നും പറയപ്പെടുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നത് മുതിർന്നവരിലാണ്. ടൈപ്പ് 3 ഡയബറ്റീസ്, ഇത് ജനിതകമായി കാണപ്പെടുന്ന പ്രമേഹമാണ്. ടൈപ്പ് 4 കാണുന്നത് ഗർഭിണികളിലാണ്. ഇതിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും പറയപ്പെടുന്നുണ്ട്. പ്രമേഹം ഒരു പ്രധാനപ്പെട്ട രോഗമാണെങ്കിലും പലരിലും ഇത് ലക്ഷണങ്ങൾ കാണിക്കാത്തത് മൂലം ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ കാണിക്കപ്പെടുന്നത്. ഗ്ലൂക്കോസ് എമൗണ്ട് കൂടിയാൽ അമിതമായ ദാഹം, ക്ഷീണം, അമിതമായ ഭാരവർദ്ധനവ് അല്ലെ ഭാരക്കുറവ്, മറ്റു ചില പ്രധാന രോഗങ്ങൾ ഉണ്ടാവുക. ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഇത് ശരീരത്തിലെ ഞരമ്പുകളെ ഡാമേജ് ചെയ്യുമ്പോൾ ഇത് കാരണം വൃക്കാരോഗങ്ങൾ, കണ്ണിന്റെ രോഗങ്ങൾ, കാൽമുട്ടിലെ ഞരമ്പിന്റെ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ഇനി നമുക്ക് എങ്ങനെ ഡയബറ്റീസിനെ തിരിച്ചറിയാം? മെയിൻലി 3 ടെസ്റ്റുകളാണ് ഡയബറ്റീസിനെ തിരിച്ചറിയാനുള്ളത്. ആദ്യത്തേത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഇത് ഭക്ഷണത്തിന് മുമ്പ് ചെയ്യേണ്ട ടെസ്റ്റാണ്. സാധാരണക്കാരിൽ ഇത് 100ന്റെ താഴെയും, പ്രമേഹ രോഗികളിൽ ഇത് 126ന്റെ മുകളിലുമാണ് കാണപ്പെടുന്നത്. അടുത്തത് ഭക്ഷണത്തിന്റെ 2 മണിക്കൂർ ശേഷമാണ് ഈ ടെസ്റ്റ് ചെയ്യുക. ഇത് സാധാരണക്കാരിൽ 140ന്റെ താഴെയും, പ്രമേഹ രോഗികളിൽ 200ന്റെ മുകളിലുമാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തേത് HbA1c ടെസ്റ്റ് ആണ്. ഇത് 3 മാസത്തിൽ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പ്രമേഹ രോഗികൾ ഇതിൽ 7ന്റെ താഴത്ത് വാല്യൂ കാണപ്പെടേണ്ടതാണ്. പ്രമേഹ രോഗികളിൽ വർഷത്തിൽ ചെയ്യേണ്ട മറ്റു ടെസ്റ്റുകളാണ്. ആദ്യത്തേത് കൊളസ്ട്രോൾ ടെസ്റ്റ്, പിന്നെ കണ്ണിന്റെ ടെസ്റ്റായ ഡയബറ്റിക് റെറ്റിനോപ്പതി, വൃക്കയുടെ ടെസ്റ്റായ യൂറിൻ പ്രോട്ടീൻ എന്നിവ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ആഹാര ക്രമീകരണത്തിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാം.